പിണറായി എന്ത് ഭയന്നു അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് സത്യത്തിൽ ഇവിടെ താരമായിരിക്കുന്നത് സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത് കേസ് വന്ന സ്വപ്ന സുരേഷിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് സഹാക്കന്മാരാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ അവരെ അകത്താക്കുന്നു, അതിനുശേഷം അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നു. പിന്നീട് ആരൊക്കെ അവരോടൊപ്പം നിന്ന ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ അവരൊക്കെ സ്വപ്ന സുരേഷിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി വന്നു. കേരളത്തിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ കേരളത്തിൽ നിന്ന് ആടി ഓടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അപ്പോഴൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞത്, എന്നെ ദ്രോഹിച്ചാലും എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഇതിലൊക്കെ പങ്കാളിയായിരിക്കുന്നവരെ എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, പൂർണ്ണ തെളിവുകൾ ഞാൻ ഇഡിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുൻപ് മലയാളി വാർത്ത ചോദിച്ചിരുന്നു, സ്വപ്ന നൽകിയ തെളിവുകളൊക്കെ ഇഡി പുഴുങ്ങാൻ വച്ചിരിക്കുകയാണോ? വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. സ്വപ്ന സുരേഷ് തെളിവുകൾ നൽകിയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇഡി കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴതാ പിണറായി ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. അതായത് മകളുടെ വിഷയത്തിൽ തൽക്കാലം SFIO അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല, മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവരുടെയൊക്കെ ചോദ്യം ചെയ്യലും വിവരങ്ങൾ ശേഖരിക്കലും കഴിഞ്ഞിട്ടേ വീണയിലേക്ക് എത്തുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട പിണറായി ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഏത് സമയത്തും ഇഡി അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. കാരണം അത്രത്തോളം കുംഭകോണമാണ് കരുവന്നൂരിൽ നടന്നിരിക്കുന്നത്. ഇപ്പോഴിതാ പിണറായിയുടെ മകളെയും ഇഡി നോട്ടമിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പിണറായിയുടെ മകളെയും ഇഡി പൊക്കാനെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും സ്വപ്ന സുരേഷ് തന്നെയാണ്. വീണയാണ് ബിഗ് ഫിഷ്. വീണയ്ക്ക് വേണ്ടിയാണ് പിണറായി എല്ലാ കള്ളത്തരങ്ങളും അഴിമതികളും നടത്തുന്നത് എന്നൊരാവർത്തി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ തന്നെയാണ് ഇനി പുറത്തു വരാൻ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL-ഉം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച നിയമോപദേശം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരായ ഇഡി അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ പോർമുഖം കൂടിയാണ് തുറക്കുന്നത്. മാസപ്പടിയിലെ കള്ളപ്പണ ഇടപാടാണ് ഇഡി പരിശോധിക്കുന്നത്. പ്രതിപക്ഷ കക്ഷി നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളെയും കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നു എന്ന ആരോപണത്തിനിടെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ ECIR ആണ് രജിസ്റ്റർ ചെയ്തത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകുകയായിരുന്നു എന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ SFIO ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇഡി കൊച്ചി ഓഫീസിലെ നടപടി. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRL-ലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡി കണക്ക് കൂട്ടുന്നത്. CMRL-ന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണ അടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും. തുടർന്നാകും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മൂട്ടിൽ തീ പിടിച്ചോടുകയാണ് വീണയും പിണറായിയും. AKG സെന്ററും പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം AKG സെന്ററിന്റെ അഡ്രസ്സാണ് എക്സാലോജിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി ആളിക്കത്തുകയാണ്. ഇപ്പോൾ നെഞ്ച് തകരുകയാണ് പിണറായിക്കും മകൾക്കും. പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് വീണയെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിണറായി രാജിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ്. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പിണറായിക്കും വീണയ്ക്കും രക്ഷയില്ല. ഇതൊക്കെ
മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സ്വപ്ന കളി തുടങ്ങിയിരിക്കുന്നത്.